ഇന്ത്യയും സീഷെൽസും തമ്മിൽ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. രാജ്യത്തെ ഇരു നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ നിരവധി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം 1976 മുതൽ തന്നെ, അതായത് സീഷെൽസ് സ്വാതന്ത്ര്യം നേടിയത് മുതൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഈ ബന്ധത്തിൽ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തിന്റെ നിലവാരം, ഉന്നതതല സന്ദർശനങ്ങൾ, സാമ്പത്തിക തലത്തിലുള്ള സഹകരണം, സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയാൽ തന്നെ കൂടുതൽ അടയാളപ്പെടുത്തിയതാണ് എന്നും എടുത്തു കാണിക്കുന്നവയാണ്. ഇതോടുകൂടി തന്നെ ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിനും സഹകരണം വർദ്ധിപ്പിക്കാനും മറ്റ് രാജ്യങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നതിനിടയിലാണ് ഇപ്പോൾ സീഷെൽസും ഇത്തരത്തിൽ ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണിപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതലായി തന്നെ ധാരണാപത്രങ്ങളിൽ ഒപ്പിട്ടതായിട്ടുള്ള വിവരങ്ങളും നൽകുന്നത്. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയും സീഷെൽസും ഇവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷെൽസ് പ്രസിഡന്റായ പാട്രിക് ഹെർമിനിയും ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ നടന്ന ഒരു പ്രധാന കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ ഇരു രാജ്യങ്ങളും നിരവധി ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചു. സംയുക്ത പത്ര സമ്മേളനത്തിൽ സീഷെൽസിനെ വിശ്വസ്ത പങ്കാളിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു വിശേഷിപ്പിക്കുകയും ചെയ്തു. $175 മില്യൺ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെയുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റ് ആയതിനു ശേഷം ഹെർമേനിയയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. രാജ്യത്തിന്റെ 50ാം സ്വാതന്ത്ര്യദിനം ആ വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെ മോദിയെ ഇവിടെ വിശിഷ്ട അതിഥിയായി ക്ഷണിക്കാൻ കൂടിയായിരുന്നു സീഷെൽസ് പ്രസിഡന്റ് ഹെർമേനി ഇന്ത്യയിലേക്ക് എത്തിയതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീഷെൽസ് പ്രസിഡന്റും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം, സമുദ്ര സഹകരണം, പരസ്പര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകൽ എന്നിവ കൂടുതലായി തന്നെ ചർച്ച ചെയ്തു. ഭവന നിർമ്മാണം, ഇ മൊബിലിറ്റി, ആരോഗ്യം, സമുദ്ര സുരക്ഷ എന്നീ മേഖലയിലെ പദ്ധതികൾക്ക് കരുത്തു പകരുന്നതിനായി തന്നെ ഇന്ത്യയും സീഷെൽസും $175 മില്യൺ സാമ്പത്തിക പാക്കേജിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്. സീഷെൽസിലെ സിവിൽ സർവീസുകാർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുന്നതിന് ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. പ്രാദേശിക കറൻസിയിലെ ആ ഒരു വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഫിൻടെക്, ഡിജിറ്റൽ പരിഹാരങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുമെന്ന് സംയുക്ത സമ്മേളനത്തിനാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ സീഷെൽസ് ബന്ധത്തിലുള്ള ശക്തമായ അടിത്തറ കൂടിയാണ് വികസന പങ്കാളികളാകുക എന്നത്. ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും സീഷെൽസിന്റെ മുൻഗണനകളെയും ആവശ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും സമുദ്ര അയൽക്കാരനും വിശ്വസ്ത പങ്കാളിയുമായ സീഷെൽസ് ഇന്ത്യയുടെ സമുദ്രവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. കര, കടൽ, വായു എന്നീ 3 മേഖലകളിലും ഇന്ത്യ സീഷെൽസും തമ്മിലുള്ള സഹകരണം തുടർച്ചയായി തന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.